മൗലാന മൗദൂദി യാതൊരു മടിയുമില്ലാതെ ഭരണമില്ലാത്ത മതം ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ലാത്ത സങ്കല്പ വീട് പോലെയാണെന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വളരെ കുപ്രസിദ്ധമായ പുസ്തകമാണ് കുത്തുബാത്ത്, ഫണ്ടമെൻറ്റ്സ് ഓഫ് ഇസ്ലാംസ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളെന്ന് പറയുന്ന ആ കൃതി ഗോൾവാൾക്കറുടെ വിചാരധാരയുമായി താരതമ്യം ചെയ്യാവുന്ന കൃതി. ബംഗ്ലാദേശിലെ തിരഞ്ഞെടുപ്പ് വിധി വന്നിട്ടുണ്ട്. നിലവിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ മുന്നിൽ നിന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ രീതിയിലുള്ള തോൽവിയാണ് ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വിധിയെ താങ്കൾ എങ്ങനെ കാണുന്നു? ബംഗ്ലാദേശിലെ ഒരു വിസ്മയം സൃഷ്ടിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു താലിബാൻ വിപ്ലവം വിസ്മയം ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ച എല്ലാ മതരാഷ്ട്രവാദികൾക്കും ഒരു പാഠമാണ്, ഒരു താക്കീതാണ് ബംഗ്ലാദേശിലെ ജനവിധി. BNP എന്ന് പറയുന്ന പാർട്ടിയാണ് അവിടെ 3-2 ഭൂരിപക്ഷത്തോടു കൂടി അവരിപ്പോൾ മുന്നിലാണ് ഇതുവരെ വന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളനുസരിച്ച്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ശക്തമായ മതനിരപേക്ഷ നിലപാട് ഉയർത്തി ജന്മം കൊണ്ടൊരു രാഷ്ട്രമാണ് ബംഗ്ലാദേശ്. 1970കളിൽ മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ ബംഗ്ലാ ഭാഷാ സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട രാഷ്ട്രമാണ് ബംഗ്ലാദേശ്. അന്ന് ഇന്ത്യ അതിശക്തമായി ബംഗ്ലാദേശിലെ പ്രത്യേകിച്ച് കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളുടെ ദേശീയ സ്വയംനിർണ്ണയത്തിന് വേണ്ടിയുള്ള ആ സമരത്തെ പിന്തുണച്ചു. ഇന്ദിരാഗാന്ധി നല്ല സപ്പോർട്ട് കൊടുത്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഒരു ശക്തമായ രാഷ്ട്രമായത് മാറിയത്. ആ രാഷ്ട്രത്തെ മുജീബ് റഹ്മാൻ്റെ പുത്രി കൂടിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയായിരുന്നു നയിച്ചിരുന്നത്. അവരുടെ ഭരണത്തിലെ തെറ്റായ സമീപനങ്ങൾ, ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾ, ആ ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അവിടെ ഒരു പുതിയ വിദ്യാർത്ഥി സംഘടനയുടെ കവറിൽ വലിയ രീതിയിലുള്ള കലാപം സൃഷ്ടിച്ച് അമേരിക്കയുടെ CIA തന്നെ പിന്തുണയോടുകൂടി ശ്രീമതി ഹസീന ഷെയ്ഖിനെ അട്ടിമറിച്ചത്. ഹസീന ഷെയ്ഖിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളോട് അതിശക്തമായ പ്രതിഷേധമുള്ളപ്പോഴും ലോകമെമ്പാടുമുള്ള ജനാധിപത്യവാദികൾ, സാമ്രാജ്യത്വ വിരുദ്ധർ അതൊരട്ടിമറിയായിട്ടാണ് കണ്ടത്. ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ നമ്മൾ കാണുന്നത് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുത്ത മുന്നണി പുറന്തള്ളപ്പെട്ടു എന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ്, പോളിംഗ് അവിടെ 47% ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വലിയ വിഭാഗം ജനങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുവന്നു. ആ 47% ഷെയ്ഖ് ഹസീന വിരുദ്ധരായ ആളുകളാണ്. അതിലിപ്പോൾ വലിയ മേൽക്കൈ നേടിയിരിക്കുന്നത് BNP ആണ്. ജമാഅത്തെ ഇസ്ലാമി പുറന്തള്ളപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സമീപകാല രാഷ്ട്രീയ പരീക്ഷണമാണ്. മതാത്മകമായ ഒരു ഇസ്ലാമിസ്റ്റ് രാഷ്ട്രമായിട്ട് ബംഗ്ലാദേശിനെ പരിവർത്തനപ്പെടുത്താനുള്ള പരീക്ഷണമാണ് ജമാഅത്ത് ഇസ്ലാമി നടത്തിയത്. ആ പരീക്ഷണത്തിൽ ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി ദയനീയമായി പരാജയപ്പെട്ടു, ജനങ്ങളാൽ പുറന്തള്ളപ്പെട്ടു എന്നാണ് ഈ വിവരങ്ങൾ കാണിക്കുന്നത്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ മതരാഷ്ട്രവാദികൾക്ക് ഒരു പാഠമാകണം. BJP ആയാലും ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി ആയാലും ഇവരെല്ലാം തന്നെ എന്താണ്, മതമാണ് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്നവരാണ്. മൗലാന മൗദൂദി യാതൊരു മടിയുമില്ലാതെ ഭരണമില്ലാത്ത മതം ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ലാത്ത സങ്കല്പ വീട് പോലെയാണെന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വളരെ കുപ്രസിദ്ധമായ പുസ്തകമാണ് കുത്തുബാത്ത്, ഫണ്ടമെൻറ്റ്സ് ഓഫ് ഇസ്ലാംസ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളെന്ന് പറയുന്ന ആ കൃതി ഗോൾവാൾക്കറുടെ വിചാരധാരയുമായി താരതമ്യം ചെയ്യാവുന്ന കൃതിയാണ്. എങ്ങനെയാണ് RSSകാർക്ക് വിചാരധാര, അതേപോലെ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് കുത്തുബാത്ത് എന്ന് പറയുന്ന കൃതി. ആ കുത്തുബാത്തിലൂടെ അദ്ദേഹം ഒരു മതരാഷ്ട്രം ഉണ്ടാക്കണം. അദ്ദേഹത്തിൻ്റെ ഫത്താൻകോട്ട് പ്രസംഗം സമാഹരിച്ചതാണ് ആ പുസ്തകം. ബെഞ്ച് ഓഫ് തോട്ട്സും അങ്ങനെ തന്നെ ഗോൾവാൾക്കറുടെ ലേഖനങ്ങളുടെയും പ്രസംഗങ്ങളുടെയും സമാഹാരമാണ്. ഗോൾവാൾക്കറുടെ വിചാരധാരയ്ക്ക് സമാനമായ ആ കൃതി ഇന്ത്യയിൽ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കണമെന്ന് വാദിക്കുകയാണ്. ആ മതരാഷ്ട്ര സിദ്ധാന്തത്തിന് അവർ വലിയ രീതിയിൽ മേൽക്കൈ നേടും, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ തന്നെ അവരൊരു വിസ്മയം സൃഷ്ടിക്കും എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ വളരെ ദയനീയ വിധം അവർ പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. അത്
എല്ലാ മതരാഷ്ട്രവാദികൾക്കും ഒരു പാഠമാകേണ്ടതാണ്. ജനങ്ങൾ മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ BNPയുടെ രാഷ്ട്രീയ നിലപാടുകൾ വളരെ വലതുപക്ഷവരാണ്. ഇപ്പം ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോണിനെ പോലെയൊക്കെയുള്ള ഒരു വലതുപക്ഷ നിലപാടിൽ നിൽക്കുന്ന പാർട്ടിയാണ് ഗാലിദാസിയയുടെ. ഇപ്പോൾ അവരുടെ പുത്രൻ നേതൃത്വം കൊടുക്കുന്ന ആ പാർട്ടി വലതുപക്ഷമായിരിക്കുമ്പോഴും അവർക്ക് മതരാഷ്ട്രമില്ല. കൃത്യമായ മതരാഷ്ട്ര നിലപാടുകൾ മുന്നോട്ട് വെക്കുന്ന മൗദൂദിയൻ സിദ്ധാന്തം പിന്തുടരുന്ന ജമാഅത്ത് ഇസ്ലാമി അവിടെ ജനങ്ങളാൽ പുറന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ജനാധിപത്യവാദികളെ സംബന്ധിച്ചിടത്തോളം, ഒരു സെക്കുലർ മോഡേൺ സ്റ്റേറ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആഹ്ലാദകരമായ കാര്യമായിട്ടാണ് കാണാൻ കഴിയുന്നത്.